രജിസ്ട്രാർ സസ്പെൻഷനിലാണോ അല്ലയോ? രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചുവെന്ന് ഭൂരിപക്ഷം വെച്ച് സിൻഡിക്കേറ്റ് പറയുന്നു. എന്നാൽ സസ്പെൻഷൻ പിൻവലിച്ച നടപടി ഉണ്ടായിട്ടില്ല എന്ന് ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച VC സിസ തോമസ് പറയുന്നു. അതിന് കാരണം താൻ ഇത് സസ്പെൻഷൻ വിഷയം ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ഇത് അജണ്ടയ്ക്ക് പുറത്തുള്ളതാണ്. നാളെ ഹൈക്കോടതിയിൽ രജിസ്ട്രാർ നൽകിയ കേസിലുള്ള വിഷയം വരുമ്പോൾ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ യോഗം വിളിച്ചത്. ഔട്ട് ഓഫ് അജണ്ടയായി വന്ന വിഷയമാണിത്. അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യാനാകില്ല നിലപാട് ഞാൻ എടുത്തു. അതിനുശേഷം പക്ഷേ ഇടതനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളും UDF അംഗവും എല്ലാം തന്നെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന വിഷയം ചർച്ചയാക്കാൻ ശ്രമിച്ചപ്പോൾ താൻ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ താനില്ലാതെ ഈ യോഗം ചേരുന്ന നിലവിലുള്ള സിൻഡിക്കേറ്റ് യോഗത്തിൽ റദ്ദാക്കപ്പെട്ടില്ല. അല്ല, അത് നമ്മൾ കോടതി കോൺഗ്രസ് പ്രതിനിധിയാണ് സംസാരിക്കുന്നത്. ഇരിക്കുന്ന ഒരു കാര്യമാണ്. ആ കോടതിയുടെ പരിഗണന അനുസരിച്ചിട്ട് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് കോടതിയുടെ നാളെ പരിഗണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ അതിനെക്കുറിച്ച് എനിക്കിപ്പം എന്തറിയോ, കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഇപ്പം നമുക്ക് പറ്റുന്ന ഒരു കാര്യം ഒന്നും തീരുമാനമായില്ല. ഇന്നത്തെ യോഗത്തിൽ തീരുമാനമൊന്നും ആയില്ല. BC യോഗം പിരിച്ചുവിട്ടു. അപ്പോൾ അതിനുശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേരുന്നു എന്നൊരു വാർത്ത അത് വസ്തുതയാണ്. അല്ല, നമുക്ക് ആ യോഗത്തിൽ ഇരിക്കാൻ ഉത്തരയോ BC പിരിച്ചുവിടുന്ന ഒരു യോഗത്തിൽ നമുക്ക് പിന്നെ ഇരിക്കുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും തീരുമാനമായിട്ടില്ല. ഒരു ചോദ്യം, UDF അംഗം എന്ന നിലയിൽ ഈ സസ്പെൻഷൻ നടപടിക്ക് ഒപ്പമാണോ അതിനെതിരാണോ? ഒരിക്കലും നമ്മൾ ഒരു വൈസ് ചാൻസലർക്ക് ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല. അത് തികച്ചും തെറ്റാണ്. സസ്പെൻഷൻ നടപടിക്ക് എതിരാണ് താങ്കൾ. കോൺഗ്രസ് അംഗം ഞാൻ പറഞ്ഞല്ലോ, ഇത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് കോടതിയുടെ തീരുമാനം വരട്ടെ. അപ്പൊ എന്തായാലും ഇനി സിൻഡിക്കേറ്റ് എന്ത് തീരുമാനം എടുത്താലും അത് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള തീരുമാനം കോടതിയുടെ ഒരു തീരുമാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് കോടതിയിൽ ഇരിക്കുന്ന തീരുമാനമാണ്. അത് ഞാൻ പറയാം, കോടതിയുടെ ഒരു തീരുമാനമാണ്. ആ കോടതി തീരുമാനിക്കും. ഇപ്പോൾ അനിൽകുമാർ സസ്പെൻഷനിലാണോ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് തീരുമാനം എടുത്തില്ലല്ലോ. വൈസ് ചാൻസലർ പോയില്ലയോ? അല്ല, അതിപ്പോ ആൾറെഡി അനിൽകുമാർ സാർ കോടതി കേസ് കൊടുത്തിരിക്കുകയാണ്. ആ കേസിന്റെ വിധി നാളെ വാദത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതിനൊരു തീരുമാനം നാളെ ഉണ്ടാവട്ടെ. അത് കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച പറയാം. നാളെ വിശദീകരണം നൽകണം സിൻഡിക്കേറ്റ് യോഗം ഇപ്പോൾ BC ഡിസോൾവ് ചെയ്തു. ഇനി സിൻഡിക്കേറ്റിന്റെ അതിപ്പോ സീനിയർ മോസ്റ്റ് സിൻഡിക്കേറ്റ് മെമ്പർ വെച്ചിട്ട് ഇപ്പൊ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ചിലപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ നമ്മളല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ഒക്കത്തില്ല. അപ്പൊ ഏതായാലും ആര്യ, VC വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞു നാളെ കോടതി മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഈ നിമിഷം മുന്നോട്ട് വരുന്നുണ്ട്. അതായത് നാളെ ഈ വിഷയം ഹൈക്കോടതി പരിഗണിക്കാൻ